إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لقد خلقنا الإنسان في كبد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പ്രാവർത്തികമാക്കി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഉത്ബുദ്ധരായ മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 90-ാം അധ്യായം സൂറത്തുൽ ബലദിലെ 4-ാമത്തെ ആയത്താണ് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. അഥവാ ഒരു വിശ്വാസിക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് ഏത് രൂപത്തിലായിരിക്കണം എന്നതിലേക്കാണ് ഈ ആയത്ത് വെളിച്ചം നൽകുന്നത്. ജീവിതത്തെക്കുറിച്ച് പല രൂപത്തിലുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ജീവിതത്തിൻ്റെ ഭിന്നമുഖ യാഥാർത്ഥ്യങ്ങളിലൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വിശ്വാസി എന്ന നിലക്ക് ജീവിതത്തെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് വളരെ അനായാസേന, വളരെ എളുപ്പത്തിൽ, പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പരിഭവങ്ങളൊന്നുമില്ലാതെ വളരെ സ്മൂത്തായി, സ്പോണ്ടേനിയസായി ജീവിതം അങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന ഒരു രീതിയല്ല ഐഹികത്തിനുള്ളത് എന്നാണ്. അതാണ് 90-ാം അധ്യായം സൂറത്തുൽ ബലദിലെ വളരെ ചെറിയ ആയത്തിലൂടെ വലിയ ആശയം പടച്ച റബ്ബ് നമുക്ക് പകർന്നു തരികയാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ് എന്നാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാൻ, തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഫീ കബദ്, ക്ലേശം സഹിക്കേണ്ട വിധത്തിലാണ്. അപ്പോൾ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ക്ലേശവുമൊക്കെ സഹിക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്യേണ്ട പരിതസ്ഥിതിയിലാണ് മനുഷ്യൻ്റെ ഈ ലോക ജീവിതവും സൃഷ്ടിപ്പും അതിൻ്റെ ഘടനയും എന്ന് പടച്ച റബ്ബ് അറിയിച്ചിരിക്കുകയാണ്. എല്ലാം ശാന്തമായി, സുന്ദരമായി, സമാധാന ചിത്തമായി, ഇസ്ലാമികമായി അങ്ങ് ജീവിക്കാം, അല്ലെങ്കിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് വ്രതാവിലാണ്. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും നൊമ്പരങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കൂടെ തന്നെ ഇസ്ലാമിക ജീവിതത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്താതെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്ന ജീവിതാവബോധം നേടിയെടുത്ത് ഈ ലോക ജീവിതത്തിൽ സമാധാനപൂർണമായി ജീവിച്ച് മരിച്ചു പോകുന്ന മതപരമായ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ എത്തുകയേ നിർവാഹമുള്ളൂ. ഇനി മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിലെ 84-ാം അധ്യായം സൂറത്തുൽ ഇൻശിഖാഖിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ മനുഷ്യരിൽ പടച്ച റബ്ബിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ജീവിത വഴികളിൽ
അഭിമുഖീകരിക്കേണ്ട വിഷയങ്ങൾ ചേർത്ത് വെച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹം ഫമുലാഖീ, ഇന്നക കാദിഹുൻ, നീ അങ്ങേയറ്റം അധ്വാനിക്കേണ്ടവനാണ്, വിവിധ തരത്തിലുള്ള ജീവിത പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടവനാണ്. ഇലാ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കലേക്ക് എത്തുന്നത് വരെ, കദ്ഹം ഫമുലാഖി, അവനെ കണ്ടുമുട്ടുന്നത് വരെ നീ വിവിധ ക്ലേശങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പരിഭവങ്ങളിലൂടെയൊക്കെ നീ കടന്നു പോകേണ്ടതുണ്ട് എന്നാണ്. അതാണ് ജനന മരണത്തിനിടക്ക് ഇത്തിരി മണ്ണിൽ നമുക്ക് കിട്ടിയ ഒത്തിരി ആയുസ്സിനിടക്ക് നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമുള്ള അനുഭവങ്ങൾ, പ്രയാസങ്ങൾ, ജീവിതത്തിൻ്റെ കയറ്റിറക്കങ്ങളൊക്കെ കടന്നു വരുന്ന സമയത്ത് ഈമാനിക കരുത്തോടെ കൈകാര്യം ചെയ്യുവാനുള്ള ജീവിത ബോധം, വിവേകം വിശ്വാസികൾക്കുണ്ടാകണമെന്നാണ്. നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലല്ലെങ്കിലും പടച്ചറബ് പലതിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നിശ്ചയിച്ചിട്ടുണ്ടാകും. ആഗോളതലത്തിൽ നടക്കുന്ന നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്, നമ്മുടെ നാടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തിപരമായി പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന നിലക്ക്. പ്രളയത്തിന് മുമ്പ് കോവിഡും, അതിനിടക്ക് പ്രളയവും, പിന്നെ നിപ്പയും, അതേപോലെ തന്നെ പശ്ചിമേഷ്യയിലെ അശാന്തമായ അവസ്ഥ, ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന നിലക്ക് ഈ ലോക ജീവിതത്തിന്റെ ഘടനയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സൂറത്തുൽ ബലദിൽ പരാമർശിച്ച കബദും, അതേപോലെ സൂറത്തുൽ ഇൻശിഖാഖിൽ പരാമർശിച്ച കദ്ഹം ഫമുലാഖി, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരേക്കും വിവിധ തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകാനുണ്ട് എന്നാണ്. ഇനിയോ വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 216-ാമത്തെ ആയത്തിൽ വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തക്റഹു ശൈഅൻ, ഒരു കാര്യം നിങ്ങൾ വെറുക്കുകയാണ്, അങ്ങനെ ഉണ്ടാകരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ചില രോഗങ്ങളാകാം, ചില പ്രയാസങ്ങൾ, കുടുംബ ദാമ്പത്യ വിഷയങ്ങൾ, മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബിസിനസ്, കച്ചവടങ്ങൾ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ റിയൽ പിക്ചർ ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യ മുഖത്ത് ചിലത് സംഭവിക്കരുത് എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ വെറുക്കുന്ന കാര്യം വഹുവ ഖൈറുൽ ലക്കും, ഐഹികമായും ആത്മീയമായും അനശ്വരമായി നിങ്ങൾക്ക് ഖൈറായി, നന്മയായി വന്നു ഭവിക്കും. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ, എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില വിഷയങ്ങൾ ഉണ്ടാകും, അത് ഇന്നിന്ന രൂപത്തിൽ നടന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആശിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ നിശ്ചയിക്കുന്നത്. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം വഹുവ ശർറുൽ ലക്കും, അത് നിങ്ങൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടുമുള്ളതായി തീരും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അതിന്റെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു, നിങ്ങൾക്കതിൻ്റെ ഭാവിയുടെ ഭാഗതയെക്കുറിച്ച് അറിയുവാനുള്ള യാതൊരു മെഷർമെന്റും നിങ്ങളുടെ കയ്യിലില്ല എന്നാണ്. അപ്പോൾ ഭാവി എന്ന് പറയുമ്പോൾ കദ്ഹം ഫമുലാഖീഹി എന്നതാണ് ഇസ്ലാമിക പരിപ്രേക്ഷ്യം. വിശ്വാസികൾ അങ്ങനെയാ മനസ്സിലാക്കേണ്ടത്. ഈ നശ്വരമായ നൈമിഷികമായ വളരെ കുറഞ്ഞ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ടല്ല നമ്മൾ ജീവിതത്തിന്റെ സാർത്ഥകമായ, അതിന്റെ സമ്പൂർണമായ സൗഭാഗ്യങ്ങൾ ചർച്ചക്കെടുക്കേണ്ടത്. ഫമുലാഖി, അള്ളാഹിനെ കണ്ടുമുട്ടുന്നത് വരെ പ്രയാസങ്ങൾ ഉണ്ടാകും. എന്നാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ലഭിച്ച ഈ ജീവിതത്തിലെ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, സമയങ്ങൾ, നമ്മുടെ സാധ്യതകളൊക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വഴിപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ഖൈറായി തീരുകയും ചെയ്യുമെന്നാണ്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 19-ാമത്തെ ആയത്തിൽ ഫഅസാ അൻ തക്റഹു ശൈഅൻ, നിങ്ങൾ വെറുക്കുന്നതായ, നിങ്ങൾ അകന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഉണ്ടായേക്കാം. ഫഅസാ അൻ തക്റഹു ശൈഅൻ, നിങ്ങൾ വെറുക്കുന്ന വിഷയം, വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ, അള്ളാഹു നിങ്ങൾക്കതിൽ ധാരാളം ഖൈർ, നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നാണ്. അള്ളാഹു ചില കാര്യങ്ങളിൽ ചില ഖൈറുകൾ ഉണ്ടായി, ആ ഖൈറിനെ തേടുക, അതിൽ ശുഭാപ്തി വിശ്വാസമുള്ളവരാകുക, അതിൽ ഈമാനും തവക്കുലും തഖ്വയും, അതേപോലെ തന്നെ അമലു സ്വാലിഹാത്തും സുബറും, ക്ഷമയും സൽക്കർമ്മങ്ങളും സൂക്ഷ്മതാബോധവും, അതേപോലെ തവക്കുലും വിശ്വാസ വിശുദ്ധിയും നിലനിർത്തി മുന്നോട്ട് പോകുക എന്നതാണ് വിശ്വാസികൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കേണ്ടത്. ഇത് വിശ്വാസികൾക്കല്ലാതെ മറ്റൊരാൾക്കും ഈ ജീവിത വീക്ഷണം കണ്ടെത്താൻ സാധ്യമല്ല. അനുഗ്രഹം ലഭിക്കുകയാണെങ്കിൽ അതിൽ അൽഹംദുലില്ലാ എന്ന് പറയും. പ്രയാസമാണ് എങ്കിൽ അവിടെയും പടച്ച റബ്ബിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് സബറിലൂടെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് തെന്നുമാറുകയും ഇല്ല എന്നാണ്. പിന്നെ പരീക്ഷണവും പ്രയാസവും നമ്മുടെ കൂടെ പിറപ്പും. ശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 155, 157 വരെയുള്ള സൂക്തങ്ങളിൽ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബ്ലുവന്നകും, 2 തൗക്കീദുകളാണ്. ഒന്ന് ലാമു തൗക്കീദ് എന്ന് പറയും, മറ്റൊന്ന് നൂന തൗക്കീദ് എന്ന് പറയും ഭാഷാപരമായിട്ട്. അഥവാ പ്രത്യേകം സ്ട്രെസ് ചെയ്ത് കൺഫേം ചെയ്ത് ഉറപ്പ് എന്ന നിലക്ക് പടച്ച റബ്ബ് പറയുക.
അങ്ങനെ പറയുന്ന പ്രയോഗത്തിന് വേണ്ടിയാണ് ഈ തൗക്കീദുകൾ, സ്ട്രെസ്സായ അറബി പ്രയോഗങ്ങൾ നടത്താറുള്ളത്. വലനബ്ലുവന്നകും, തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം കൊണ്ട്. ഇപ്പൊ ഭയം കൊണ്ട് വല്ലാതെ പേടിയുണ്ട് അല്ലെ? ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിലൊക്കെ ഖൗഫുണ്ട്. ഗസക്ക് മാത്രമായിരുന്നു ഭയപ്പാടി എന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനല്ല. അള്ളാന്റെ കാൽക്കുലേഷൻ ഉണ്ട്. കയ്യും കെട്ടി നോക്കി നിന്ന ആളുകളൊക്കെ ഭയപ്പെടുത്താനും സുഖസുഷുപ്തിയിലൂടെ കടന്നു പോകുന്നവരെയൊക്കെ പാഠമാക്കാനും ചിന്തിപ്പിക്കാനും പറ്റുന്ന വിധത്തിലൊക്കെ പടച്ചറബിന്റെ കാൽക്കുലേഷൻ ഉണ്ടാകും അതിന്റെ വിവിധ രൂപങ്ങളിൽ. അപ്പൊ ഭയം എന്ന് പറഞ്ഞാൽ ഗസയിൽ വന്ന് പതിക്കുന്ന മിസൈലും അട്ടഹാസത്തോടുകൂടി മുൻപ് പ്രസവിച്ച കുഞ്ഞുങ്ങൾ ഛിന്ന ഭിന്നമാകുന്ന അവസ്ഥകളൊക്കെ 1.5-2.5 വർഷമായി ഉണ്ടായി. 10-30,000 കുഞ്ഞുങ്ങൾ വംശീയ ഉന്മൂലനത്തിന് വിധേയമായി. 70,000-70,000 ആളുകളൊക്കെ ഒന്നടങ്കം നിശേഷമായി തീർന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളിലൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഖൗഫ്, ഭയം എന്താണ് എന്നതിനെ കുറിച്ച് നിങ്ങളെ പടച്ചറബ് പരീക്ഷിക്കും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ്, വിശപ്പിനെ കുറിച്ച് ആദ്യം ഉണ്ടാകും. പട്ടിണി പേക്കോലങ്ങളായിരുന്നു. ഗസയിൽ നിങ്ങൾ കണ്ടില്ലേ? ഓട്ടപാത്രങ്ങളുമായിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ അങ്ങ് നിൽക്കുന്ന മക്കൾക്ക്, മനുഷ്യർക്ക് ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ അവസാനം ആരൊക്കെയോ അയച്ചു കൊടുക്കുന്നത്, അങ്ങനെ വന്ന് കടലിൽ പതിക്കുന്നതിന്റെ മുമ്പ്, ആ പതിക്കുന്നതിന്റെ മുമ്പ് ശരീരത്തിൽ വന്ന് പതിച്ച് അതുവഴി മരണപ്പെട്ട വാർത്തകൾ വരെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ കുഞ്ഞുങ്ങൾ വിശപ്പ് സഹിച്ച് മരിച്ചുപോയി. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ, സമ്പത്തിലും കുറവുണ്ടാക്കും. എന്നും ഒരേ രൂപത്തിലാകൂല. ബിസിനസ് ഒരേ രൂപത്തിലാകൂല. വരുമാനം ഒരേ രൂപത്തിലാകൂല. വിദേശ നാണ്യങ്ങൾ ഒരേ രൂപത്തിലാകൂല. ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ അതിന്റെ പല രൂപത്തിലായി കടന്നു വരും. പടച്ചറബ് അതിലൊക്കെ കുറവുണ്ടാക്കും, ഉണ്ടാക്കിയിരിക്കും എന്ന് തന്നെയാണ് ഖുർആനിലെ സൂക്തങ്ങൾ എന്ന് പറഞ്ഞാൽ. ബിശൈഇൻ മിനൽ അംവാലി വൽ അൻഫുസ്, അതേപോലെ തന്നെ ജീവഹാനി ഉണ്ടാകും. വളരെ സ്നേഹിച്ചവർ നമ്മളിൽ നിന്ന് വിട പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. സമറാത്ത്, വിഭവങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ കുറയുന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കണ്ടുമുട്ടുന്ന സമയത്ത് വിശ്വാസികളാണ് എങ്കിൽ വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് പ്രവാചകരെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. മാത്രവുമല്ല, അവർ വിശ്വാസം തികഞ്ഞവരാണ് എങ്കിൽ അവരുടെ നിലപാട് അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, വല്ല മുസീബത്ത്, വല്ല വിപത്ത്, വല്ല പ്രയാസം, പ്രശ്നം എന്ത് വന്നാലും ഖാലു, അവർ പറയും ഇന്നാ ലില്ലാഹ്, തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്. വഇന്നാ ഇലൈഹി റാജിഊൻ, ആ റബ്ബിലേക്ക് തന്നെ ഞങ്ങൾ മടങ്ങാനുള്ളവരുമാണ്. ഇത്രയുള്ളൂ ഈ ജീവിതം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ലഭിച്ചതുകൊണ്ട് ക്ഷമയോടുകൂടി പരീക്ഷണത്തെ അഭിമുഖീകരിക്കുവാനുള്ള ഈമാനിക ബോധം വിശ്വാസികൾക്കുണ്ടാകുമെന്നാണ്. അപ്പോൾ നാട്ടിൽ പലതും നടക്കും, പല പ്രയാസങ്ങളും നടക്കും, പലരും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതിൽ എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ 3-ാം അധ്യായം സൂറത്ത് ആലിമ്രാനിലെ 196, 197 സൂക്തങ്ങളിലേക്ക് അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്, പ്രവാചകനോട് പറയാം, അഥവാ വിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുകയാണ്. ലാ യഗുറന്നക, പ്രവാചകരെ താങ്കൾ വഞ്ചിതനായി പോകരുത്. തഖല്ലുബുൽ ലദീന കഫറൂ ബിൽ ബിലാദ്, നാടുകൾ, രാജ്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നിഷേധികളുണ്ട്, അക്രമികളുണ്ട്, അവർ തോന്നിവാസങ്ങൾ കാണിക്കുന്നവരുണ്ട്, എല്ലാ സീമകളും ലംഘിക്കുന്നവരുണ്ട്. അവരെന്താണ് പിടിച്ചു കെട്ടപ്പെടാത്തത് എന്നൊക്കെ പലപ്പോഴും വിചാരിക്കപ്പെടും. അങ്ങനെ വിചാരിച്ച് വഞ്ചിതനായി പോകരുത്. മതാഉൻ ഖലീലുൻ, അവർക്കൊക്കെ ചുരുങ്ങിയ വിഭവങ്ങളാണ്, ചുരുങ്ങിയ ചില സാമ്പത്തിക സൈനിക ബാരലുകളുടെ ചർച്ചകയെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മതാഉൻ ഖലീൽ സുമ്മ മഅവാഹു ജഹന്നം, പിന്നെ അവർക്ക് നരകാഗ്നിയാണ്. വബിഇസ്സൽ മിഹാദ്, എത്ര ചീത്തയായ വിരിപ്പാണത്, എത്ര മോശമായ സങ്കേതമാണത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അപ്പൊ ഇങ്ങനെ ഈ ദുനിയാവിൽ വളരെ കുറഞ്ഞ മതാഉൻ ഖലീൽ, കുറഞ്ഞ വിഭവം മാത്രമാണ്. നമ്മൾ വിചാരിക്കുകയാണ് ഈ വിഭവത്തിന്റെ ആധിക്യം കണ്ട് കാലാകാലം ഇവിടെ അങ്ങനെ ജീവിച്ചു പോകാമെന്ന്. 100, 200, 250, 300 വർഷമൊക്കെ ജീവിക്കാം എന്ന നിലക്കാണ് പല ഭരണാധികാരികളും പലരെയും അടക്കി വാഴുവാനുള്ള അന്യായമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയുധ കച്ചവടത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാണുന്ന സമയത്ത് ഇവരൊക്കെ 200, 300 കൊല്ലം ഈ ലോകത്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഈ ലോകം തന്നെ എടുക്കാനുണ്ടാകൂല. പക്ഷെ മൊത്തത്തിൽ അള്ള പറഞ്ഞു, അവർ എന്തൊക്കെ ആദ്യത്തെ അഹങ്കാരം കാണിച്ചു പോയാലും മത്താഉൻ ഖലീൽ, കുറഞ്ഞ കാലയളവ. ഇതിനേക്കാളും വലിയ ഹാമാന്മാരും ഫറോവമാരൊക്കെ ഈ കാലത്തിന്റെ യവനികകളിൽ, ചവറ്റുകൊട്ടകളിൽ എറിയപ്പെട്ടിട്ടുണ്ട് എന്നും വളരെ കുറഞ്ഞ കാലയളവിലൂടെ ലോകത്തിന് അത് പാഠമായി മാറിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിശ്വാസികൾക്ക് അത് തിരിച്ചറിയാൻ കഴിയും. മൊത്തത്തിൽ ഈ ദുനിയാവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ വിവിധ പരീക്ഷണങ്ങളും പ്രയാസങ്ങളുമാണ്. അപ്പൊ അതിലിടക്കുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും എന്നിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ കച്ചവടത്തിലേക്കും എൻ്റെ സാധ്യതകളിലേക്കും ഒക്കെ കടന്നു വരും എന്ന് വിചാരിക്കണം. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഈ മത്താഉൻ ഖലീൽ എന്ന് പറയുന്നത്
എന്നതിനെ വളരെ കൃത്യമായി 79-ാം അധ്യായം സൂറത്തു നാസിയാത്തിന്റെ അവസാന ഭാഗത്ത് അന്ത്യനാൾ സംഭവിക്കുമ്പോൾ മൊത്തത്തിൽ ഒരുപാട് കാലം നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു എന്ന തോന്നലൊക്കെ മുന്നോട്ട് പോകുന്നവരടക്കം പറയാ കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയത്തൻ ഔ ദുഹാഹാ. അന്ത്യനാൾ വന്നെത്തുമ്പോൾ കഅന്നഹും യൗമ യറൗനഹാ, അവർ അതിനെ കാണുകയാണ്, എന്നിട്ട് അവർ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തുകയാണ്. അശിയത്തൻ ഔ ദുഹാഹാ, ഒരു പൂർവാഹന സമയം, അതല്ലെങ്കിൽ സായാഹ്ന സമയം, ഒരു 4 മണിക്കൂർ പ്രഭാതം, അതല്ലെങ്കിൽ ഒരു വൈകുന്നേര സമയം 4 മണിക്കൂറോ 3 മണിക്കൂറോ അല്ലേ നമ്മൾ ഇവിടെ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന രൂപത്തിൽ അങ്ങനെ പറഞ്ഞു പോവുകയാണ്, ചിന്തിച്ചു പോവുകയാണ് എന്ന്. അതാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത്. അപ്പം അത്രയേ ഉള്ളൂ ഈ ദുനിയാവ്, ഈ ഐഹികം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ ബീച്ചിൽ പോയി കടൽക്കരയിൽ നിന്ന് കടലിലേക്ക് നിങ്ങളുടെ കൈവിരൽ മുക്കിക്കഴിഞ്ഞാൽ ആ വിരലിന്റെ അറ്റത്ത് തലപ്പത്ത് അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ജലകണം എത്രയാണോ എങ്കിൽ അതാണ് പരലോകം എന്ന പാരാവാരത്തെ അപേക്ഷിച്ച് ഈ ദുനിയാവ് എന്ന് പറയുന്നത്, അല്ലെ? ബാക്കിയുള്ള കടലിന്റെ ശേഷിക്കുന്നതൊക്കെ സ്വർഗവും പരലോകവുമാണ് എങ്കിൽ ഈ ദുനിയാവ് എന്ന് പറയുന്നത് നമ്മളൊക്കെ പേടിച്ച് പറച്ച് പ്രയാസപ്പെട്ട് യാസും അതല്ലാത്തതിനും അതേപോലെ തന്നെ ബിസിനസ്സും കച്ചവടം ഒക്കെ അടങ്ങുന്ന മൊത്തത്തിൽ ഇതൊക്കെ ഉൾപ്പെടുന്ന നമ്മുടെ എല്ലാ അസറ്റുകളും പടച്ച റബ്ബ് വിരലിന്റെ അറ്റത്ത് അള്ളിപ്പിടിച്ച ഒരു ജലകഷ്ണത്തിന് സമാനമായിട്ടാണ് വിലയിരുത്തിയിട്ടുള്ളത് എങ്കിൽ ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോഴും മറ്റു ചിലതൊക്കെ കിട്ടുമ്പോഴും ഒരു വിശ്വാസിക്ക് അർമാദമുണ്ടാവുകയില്ല, പടച്ച റബ്ബിനെ മറക്കുകയുമില്ല. എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങേയറ്റം നിരാശപ്പെട്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകുകയില്ല എന്നാണ്. അതുകൊണ്ട് ജീവിക്കുന്ന ഈ കാലയളവിൽ സമാധാനപൂർണമായി മുന്നോട്ട് പോകാനുള്ള വകുപ്പ് കണ്ടെത്തിക്കൊണ്ടിരിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തു നഹ്ലിലെ 97-ാമത്തെ ആയത്തിൽ അതിന്റെ അടിസ്ഥാനം കൂടി അല്ലാഹ് അറിയിച്ചു. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, ആരാണോ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ നിർവഹിക്കുന്നത് എങ്കിൽ വഹുവ മുഅ്മിനുൻ, വിശ്വാസം ശരിയാണോ, ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ, സമാധാനപൂർണമായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. സമാധാനപൂർണമായ ജീവിതം എന്ന് പറഞ്ഞാൽ പദവിയോ സമ്പത്തോ ഐഹികമായ കാര്യങ്ങളോ അത് വലുതാകുന്നതിലല്ല, മറിച്ച് ഗിനൻ നഫ്സ്, മനസ്സിന്റെ ഐശ്വര്യമാണ് യഥാർത്ഥ ഐശ്വര്യമെന്നാണ്. മാനസികമായ സുഖവും സമാധാനവും സംതൃപ്തിയും ലഭിക്കണോ, അത് ലഭിക്കണമെങ്കിൽ വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മ നിരതമായി തീരുക. അതിന്റെ പാഠശാലയായിരുന്നു പരിശുദ്ധ റമളാൻ. അതിന്റെ തുടർച്ചയുണ്ടാക്കുക, മാന്യമായി ജീവിച്ചു മുന്നോട്ട് പോകുക, നിർവഹിക്കേണ്ട സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ ഹയാത്തൻ ത്വയ്യിബ, വിശിഷ്ടമായൊരു ജീവിതം അള്ളാഹു നമുക്ക് നൽകും. പ്രഭാതത്തെ കണ്ടുമുട്ടുമ്പോൾ പടച്ച റബ്ബിന് സാഷ്ടാംഗം നമിച്ച് 2 റക്അത്ത് സുബഹി നമസ്കരിക്കുന്നു എങ്കിൽ പ്രദോഷം അവസാനിച്ച് രാത്രിയുടെ അവസാനത്തിൽ ഒറ്റയായിട്ട് റക്അത്തെങ്കിലും നമസ്കരിച്ച് കിടക്കുന്നു എങ്കിൽ അതിനിടക്ക് നിർവഹിക്കപ്പെടേണ്ടതൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചാലും അള്ളാഹു എൻ്റെ കൂടെയുണ്ട്. കാരണം ഓർക്കേണ്ടിടത്തൊക്കെ ഞാൻ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ട്. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ്. ഈ ലോകത്ത് നിങ്ങൾക്ക് സമാധാനവും നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, പിന്നെ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് നിങ്ങൾ നിർവഹിക്കുന്ന കർമ്മങ്ങൾക്കൊക്കെ അതിനേക്കാൾ ഉപരിയായുള്ള പ്രതിഫലം വരാനിരിക്കുന്ന ലോകത്ത് അള്ളാഹു സംവിധാനിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ലോകത്തും നമുക്ക് രക്ഷയുണ്ട്. അവിടേക്കുള്ള നീക്കുപോക്കുകളായിരിക്കണം ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ ആത്മാവ് അഥവാ അതിൻ്റെ പാതേയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് എല്ലാ ദിവസവും റമളാനിൽ തറാവീഹ് നമസ്കരിച്ച സമയത്ത് 87-ാം അധ്യായം സൂറത്തുൽ അഅലയിലെ 16-17 ആയത്തുകൾ എത്തുമ്പോൾ 2 തരം നിലപാടുകൾ അവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആവർത്തിച്ച് ആ 2 ആയത്തും കേട്ടവരാണ് നമ്മൾ. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ദുനിയാവിനാണ്, ഐഹികത്തിനാണ് കൂടുതൽ പ്രിഫറൻസും സ്വാധീനവും നൽകുന്നത്. അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കുമ്പോൾ വലിയ ടെൻഷനുകൾ ഉണ്ടാകും, വലിയ ആദികളും പ്രയാസങ്ങളും ഉണ്ടാകും. എന്നാൽ അടുത്ത ആയത്തിൽ അതിന്റെ പരിഹാരവും പടച്ച റബ്ബ് പറഞ്ഞു, വല്ലാഖിറതു ഖൈറും വ അബ്ഖാ, അനശ്വരമായ അനിഷേധ്യമായ അവസാനിക്കാത്ത പരലോകമാണ് എന്നെന്നും നിലനിൽക്കുന്നത്. ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്ത് നോക്കിക്കണ്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ജീവിതത്തിലൂടെ സമാധാനം നൽകും. ആ സമാധാനം നേടിയെടുക്കാൻ പാകത്തിൽ ആത്മീയ സാക്ഷരതയുള്ള സൽക്കർമ്മ നിരതമായി ജീവിക്കുന്ന, അള്ളാഹുവിന് വഴിപ്പെടുന്ന, വന്നു ഭവിക്കുന്നതിലെല്ലാം ക്ഷമ അവലംബിക്കുന്ന, തവക്കുല് നഷ്ടപ്പെടുത്താത്ത, തഖ്വ മുഖമുദ്രയാക്കി മുന്നോട്ട് നീങ്ങുന്ന ഉത്തമ സമൂഹത്തിൽ, മുസ്ലിമീങ്ങളിൽ, വിശ്വാസികളിൽ ഉൾപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അൻഅമനാ വഅസ്അദനാ ബിഹിദായത്തിൽ ഇസ്ലാം വഹുവല്ലദീ അക്രമനാ ബിൽ ഖുർആൻ
വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പ്രത്യേക മാസ വർഷ സ്ഥലകാല വ്യത്യാസമില്ലാതെ എല്ലായ്പ്പോഴും പടച്ച റബ്ബിന് വിധേയപ്പെടുന്ന വിവേകികളും വിശുദ്ധരുമായ വിശ്വാസികളിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്മർ വെക്കേഷനിലേക്ക് നമ്മൾ കടക്കാനിരിക്കുകയാണ്. സ്ഥാപനങ്ങളൊക്കെ, കോളേജുകളും അതേപോലെ സ്കൂളുകളുമൊക്കെ വെക്കേഷൻ പരിസരത്താണുള്ളത്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട നിശ്ചിത കാര്യങ്ങളാണ് ഓർമ്മയിലേക്ക് നൽകുന്നത്. ഒന്ന്, വെക്കേഷൻ ഒഴിവ് വന്നു കഴിഞ്ഞാൽ ആ ഒഴിവിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം നമ്മളും മക്കളും എന്നതിലൊക്കെ കൃത്യമായ ധാരണയുണ്ടാകണം. രക്ഷിതാക്കൾ തിരക്കിലാണെങ്കിലും മക്കൾ ഒഴിവിലേക്ക് പോകുകയാണ്. വേനൽക്കാലമാണ്, ചൂടുകാലമാണ്, ഇലക്ഷൻ ചൂടിലാണ്, ഇങ്ങനെ പലതുമുള്ള ഒരു സാമൂഹിക ചുറ്റുപാടാണ് നമുക്ക് മുമ്പിലുള്ളത് എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ കോളേജുകളും സ്കൂളുകളും ഒക്കെ അടക്കുന്ന സമയത്ത് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ കാര്യങ്ങൾ എന്ന് നമുക്കറിയാവുന്നതാണ്. കുട്ടികൾ രാവിലെ കോളേജിലേക്കോ സ്കൂളിലേക്കോ പോയ രൂപത്തിലാകൂല തിരിച്ചു വരൽ. ചിലപ്പോൾ ഷർട്ടൊന്നും ഉണ്ടാകൂല, ഡ്രസ്സ് ഉണ്ടാകൂല, പലതരം വർണ്ണങ്ങൾ, കളറുകൾ, ചിലപ്പോൾ വരാൻ തന്നെ വൈകും. ചിലപ്പോൾ ആ ഒരൊറ്റ ദിവസം കൊണ്ടായിരിക്കും മാരക ലഹരിയിലൊക്കെ ചെന്ന് പടൽ, ജീവിതം തന്നെ നഷ്ടപ്പെടൽ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വിനോദങ്ങൾ, യാത്രകൾ. ഇന്നത്തെ പത്രത്തിൽ തന്നെ 3 മുങ്ങി മരണമാണ്. ഇന്ന് പത്രം വായിച്ച സമയത്ത് 3 മുങ്ങി മരണങ്ങൾ. അതേപോലെ തന്നെ ആക്സിഡൻറ്റുകൾ ഇപ്പോൾ ഈ അടുത്ത് 1-2 ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ വായിച്ച ആക്സിഡൻറ്റുകളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് അപകടങ്ങൾ ഒരിക്കലും വരുത്തി വെക്കാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് കൊണ്ടൊക്കെ കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കണം. എവിടേക്ക് പോകുന്നു, എന്തിനു പോകുന്നു, എപ്പോൾ പോകുന്നു, എപ്പോൾ തിരിച്ചു വരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. നിഅമതാനി മഅബൂനും ഫീഹിമ കസീറും മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ് എന്ന 2 കാര്യങ്ങളിൽ മിക്ക ആളുകളും വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. 2 അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ മിക്കവരും വഞ്ചിക്കപ്പെട്ടവരാണ്. അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, ഒഴിവ് സമയത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കാര്യത്തിൽ. ആരോഗ്യം നഷ്ടപ്പെട്ട് രോഗം വരുമ്പോഴാണ് ആരോഗ്യമെന്ന നിഅമത്തിനെ കുറിച്ച് ബോധമുണ്ടാകൽ. ആ ഹതഭാഗ്യം നമുക്കുണ്ടാകരുത്. ആരോഗ്യമുണ്ടായിരിക്കെ തന്നെ ഈ ആരോഗ്യം കൊണ്ട് എന്തൊക്കെ സ്വന്തത്തിന്, സമൂഹത്തിന്, കുടുംബത്തിന്, സമുദായത്തിന്, സേവനങ്ങൾക്ക് എന്തൊക്കെ ഈ ആരോഗ്യം ഷെയർ ചെയ്ത് മറ്റുള്ളവരെ കെയർ ചെയ്ത് പ്രൊഡക്റ്റീവാക്കി തീർക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാകണം. അതേപോലെ തന്നെ ഒഴിവ് സമയം കിട്ടുമ്പോഴും അങ്ങനെ അലസമാക്കി ഉദാസീനരാക്കി വെറുതെ റീൽസും മൊബൈലും ഡിജിറ്റൽ അഡിക്ഷനും ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലൊക്കെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നമ്മൾ തമാശക്കാണെങ്കിലും പറയാറുണ്ട് വൈഫില്ലെങ്കിലും വൈഫൈ ഉണ്ടെന്ന്. അതായത് നിങ്ങൾ അൺലിമിറ്റഡ് ഡേറ്റയാണ്. വൈഫൈ ആണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ റൂമിൽ കയറാൻ. പണ്ടൊക്കെ കുട്ടികളൊക്കെ എന്തെങ്കിലും സർഗാത്മകമായി മണ്ണിനെയും മനുഷ്യനെയും മനസ്സിലാക്കുന്ന വിനോദങ്ങളിലൊക്കെ ഏർപ്പെടും. ആ വിനോദങ്ങളും ക്രിയേറ്റിവിറ്റി ഉള്ളതായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് കംപ്ലീറ്റ് ഈ മൊബൈലുകളിലാണ് എന്ത് ചെയ്യണത്, പിന്നെ കുട്ടികളുടെ കണ്ണും കാതും കരളുമൊക്കെ അതുവഴി ഉണ്ടാകുന്ന ആരോഗ്യ പ്രയാസങ്ങൾ, ആത്മീയ പ്രയാസങ്ങൾ, ധാർമ്മിക ശോഷണം, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയും ബോധവും നമുക്കുണ്ടാകണം. പണ്ടൊക്കെ വിനോദങ്ങൾ, യാത്രകൾ എന്ന് പറഞ്ഞാൽ ആ വിനോദയാത്രകൾ വിജ്ഞാനങ്ങൾക്കായിരുന്നു. ഇന്ന് വിനോദങ്ങൾ വെറും വിനോദങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് വിനോദങ്ങൾ സംഘടിപ്പിക്കുന്നത് വെറും ലഹുവാണ്. ഖുർആൻ പറഞ്ഞ ലഅബൻ വ ലഹുവ എന്ന് പറഞ്ഞില്ലേ, ആ വിനോദങ്ങൾക്ക് മാത്രമാണ്. അതിൽ യാതൊരു വിജ്ഞാനവും ലഭിക്കാത്ത കോലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ പഠനയാത്ര എന്നൊക്കെ പറയില്ലേ, കോളേജും സ്കൂളിലൊക്കെ പോകുമ്പോൾ പഠനമൊന്നും ഉണ്ടാകൂല. അവർ പഠിക്കൽ വേറെ ചില ഇമ്മോറൽ പഠനങ്ങളൊക്കെയാണ് ഓരോ യാത്രയിലും പഠിച്ചുകൊണ്ടിരിക്കൽ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുടുംബസമേതം സംഘടിപ്പിക്കുന്ന യാത്രകൾ, സന്ദർശനങ്ങൾ, രോഗീ സന്ദർശനങ്ങൾ, സാമൂഹ്യ പ്രധാനമായ അജണ്ടകൾ, കുട്ടികൾക്ക് അവരുടെ ഒഴിവ് സമയങ്ങൾക്കൊക്കെ ക്രിയേറ്റീവായ ഒരു ലൈഫ് അവയർനെസ് വെക്കേഷൻ കാലയളവിൽ നമ്മൾ കൊടുക്കണം. അതിൽ സ്പിരിച്വലായും ഫിസിക്കലായും കൊണ്ടുള്ള അജണ്ടകൾ സെറ്റ് ചെയ്യാൻ കഴിയണം. കാരണം ബിക്കോസ് വി ആർ മുസ്ലിംസ്, നമ്മൾ മുസ്ലിംസാണ്, ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയാണ്. എപ്പോഴും നമ്മുടെ മേൽ പടച്ചറബി ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമുണ്ട്. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ എന്നാണ്. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം, സദാചാരം ജനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. വതൻഹൗന അനിൽ മുൻകർ, ദുരാചാരത്തിൽ നിന്ന്, അനാശാസ്യ മോശത്തരങ്ങളിൽ നിന്ന്, അധർമ്മങ്ങളിൽ നിന്ന് നിങ്ങൾ പാടെ മാറി നിൽക്കണമെന്നാണ്. അപ്പോൾ ഇതിനൊക്കെ മുന്നിൽ നടക്കേണ്ടവരാണ് ഇസ്ലാമിക ഉമ്മത്ത്. ഈ ഉമ്മത്ത് എന്ന് പറയുന്ന വിവിധ കുടുംബങ്ങൾ കൂടിയതാണ്. മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും കൺകുളിർമ ലഭിക്കാനുള്ള പ്രാർത്ഥനയിലും 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് പറയാൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ ഇണയെയും ഒക്കെ
ജനങ്ങൾക്ക് ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് നീ നേതാക്കന്മാരാക്കി തീർക്കണേ, ഇമാമുകളാക്കി മാറ്റണമേ എന്നാണ്. അപ്പൊ അതിനൊക്കെ മാറാൻ പാകത്തിലുള്ള സക്രിയമായിട്ടുള്ള നന്മയാർന്ന അജണ്ടകളും പ്രവർത്തന പദ്ധതികളും ഒക്കെ ഈ വെക്കേഷൻ കാലയളവിൽ കുടുംബസമേതം നമുക്കുണ്ടാകണം. സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണം. അതേപോലെ തന്നെ ഇലക്ഷൻ കാലയളവാണ്. റമദാനിന്റെ ഒരു മാസത്തെ റമദാനിക ചൈതന്യം നമ്മിൽ നിന്ന് പാടെ അകന്നു പോയിട്ടില്ല. അപ്പൊ റമദാൻ കഴിഞ്ഞു എന്ന് വെച്ച് മഗ്‌രിബ് വരെ ആരാണോ നമ്മെ നോക്കിക്കൊണ്ടിരുന്ന റബ്ബ് എങ്കിൽ ആ റബ്ബ് ഇപ്പോഴും ഹയാത്തിലുണ്ട്, അല്ലേ? മരണമില്ലാതെ, മയക്കമില്ലാതെ, മറവിയില്ലാതെ ആ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്നാണ്. ഇലക്ഷനാണ് എന്ന് വിചാരിച്ച് സോഷ്യൽ മീഡിയകളിലും ഫീൽഡിലുമൊക്കെ എന്തും പറയാം, പ്രവർത്തിക്കാം എന്ന നിലയ്ക്ക് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ പാടില്ല. റമദാനിൽ ചെയ്ത കർമ്മങ്ങളൊക്കെ പരദൂഷണ ഏഷണികളിലൂടെ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നതിലൂടെ മുഫ്ലിസ് എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. മുഫ്ലിസ്, പാപ്പരാകുന്നവർ. കാരണം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ നന്മകളൊക്കെ നഷ്ടപ്പെടുത്തി മറ്റൊരുത്തൻ തിന്മകൾ നമ്മളിലേക്ക് ചാർത്തിപ്പെടുന്ന രംഗം ഒരിക്കലും വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ചൂടുമായി വെയിലുമായി കാലാവസ്ഥ മാറുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും ആരോഗ്യമായ സുസ്ഥിതി ഉറപ്പുവരുത്തണം. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. മറ്റൊന്ന് പ്രധാനമായി സൂചിപ്പിക്കുവാനുള്ളത്, SLC പരീക്ഷയൊക്കെ നടക്കുമ്പോൾ, +2 പരീക്ഷ നടക്കുമ്പോൾ, പല പരീക്ഷകളും മത്സര പരീക്ഷകൾ, പ്രത്യേകിച്ച് SSLC +2 ഒക്കെ നടന്നതിന് ശേഷം നമ്മുടെ മക്കൾ ഏത് കോഴ്സ് എടുക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയും രക്ഷിതാക്കൾക്കുണ്ടാകണം. നമുക്ക് 4 മക്കളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു 3 മക്കളുണ്ട് എങ്കിൽ, ഒരു മകനെ എങ്കിലും ദീനീപരമായ വിഷയത്തിലേക്ക് നമുക്ക് ചേർത്താനും ആ കോഴ്സ് സെലക്ഷൻ നടത്താനും കഴിയണം. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒന്നാം ഖുത്ബയിൽ പറഞ്ഞതുപോലെ ഈ ദുനിയാവിന്റെ നശ്വര നമുക്കറിയാലോ, അതിലെ പ്രയാസങ്ങൾ അറിയാലോ. ആ സമയത്ത് പിടിച്ചു നിൽക്കാനും ബോധനം കൊടുക്കാനും ഈമാനികമായിട്ടുള്ള ഉത്ബോധനം നൽകാനും അതുവഴി തൗഹീദിലൂടെ നമ്മുടെ കുടുംബമൊക്കെ അടിയുറച്ച് നിൽക്കുവാനുമുള്ള ഒരു ധർമ്മചിന്ത നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. അത് എല്ലാവരും ഭൗതിക കോഴ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സ്പിരിച്വൽ കോഴ്സിന്റെ SQ എന്ന് പറയും, IQ, SQ, EQ എന്നൊക്കെ പറയും വിദ്യാഭ്യാസ രംഗങ്ങളിൽ, അഥവാ മനുഷ്യന്റെ ദൈക്ഷണികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠന മേഖലകളിൽ. SQ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ കോഴ്സിന്റെ, IQ എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് കോഴ്സിന്റെ, അതേപോലെ EQ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കോഴ്സിന്റെ. അതിൽ ഇന്റലിജന്റ് കോഴ്സിന്റെ ഉണ്ടാകും നമ്മുടെ മക്കൾക്ക്. ആ ഇന്റലിജന്റ് കോഴ്സിന്റെ അനുസരിച്ച് വെറും ഭൗതിക കോഴ്സുകൾ മാത്രമായിരിക്കരുത് നമ്മൾ സെലക്ഷൻ നടത്തേണ്ടത്. സ്പിരിച്വൽ കോഴ്സിന്റെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന 1-2 ആളുകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. അതിൻ്റെതായ കോഴ്സുകൾ, അഫ്ദുൽ ഉൽമ കോഴ്സുകൾ, ദീനും ദുനിയാവും സമന്വയിക്കപ്പെട്ട കോഴ്സുകൾ. ഇപ്പൊ നമ്മുടെ പ്രദേശങ്ങൾ 2 കോളേജുകൾ, ഒന്ന് നാദാപുരം അൽ ഫുർഖാന്, അതേപോലെ തന്നെ സലഫി അറബിക് കോളേജ് മേപ്പയ്യൂര്, വളരെ തൊട്ടടുത്തുള്ള സ്ഥാപനം. 2 സ്ഥാപനങ്ങളും ഹോസ്റ്റൽ അടക്കമുള്ളതാണ്. നമ്മുടെ മക്കൾ ഒരു 5 വർഷത്തെ അഫ്ദുൽ ഉൽമ കോഴ്സിന് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊക്കെ SLC കഴിഞ്ഞ്, ഞാനടക്കം SLC കഴിഞ്ഞ് ഫറൂഖ് കോളേജ് റൗലത്ത് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 5 വർഷം പഠിച്ചത്. ആ 5 വർഷത്തെ പഠനം ഐഹികമായും ആത്മീയമായും എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ദിശാബോധം, പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെ, സംരംഭങ്ങളെ നയിക്കാൻ പറ്റുന്ന അറിവ് ലഭിക്കുകയാണ്. അതേപോലെ ഇംഗ്ലീഷും അറബിയും കമ്പ്യൂട്ടറൊക്കെ പഠിക്കുന്നത് വഴി അതിന്റെ ഭൗതികമായ സാധ്യതകളും ഉണ്ടാവുകയാണ്. സാധാരണ അറബി പഠിക്കുക, അറബി കോളേജിൽ പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു കോഴ്സിന് എവിടെയും അഡ്മിഷൻ കിട്ടാതിരുന്നാൽ കൊണ്ടുപോയി ചേർത്തുന്ന ഒന്നാക്കിയിട്ടല്ല. അത്യാവശ്യം പഠിക്കാൻ കഴിവുള്ളവർ അറബി കോളേജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, അറബി ഭാഷ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കുട്ടികളോട് ചർച്ച നടത്തിയിട്ട് ഇന്ന കോഴ്സ് ചെയ്താൽ അതിൽ ഡിഗ്രി എടുത്ത്, PG എടുത്ത്, PhD എടുത്ത്, നെറ്റ്, JRF, അതേപോലെ തന്നെ ട്രാൻസ്ലേഷൻ കോഴ്സുകൾ, ഇങ്ങനെ വിവിധ ജോലി സാധ്യതകൾ, വെറും ഒരു ടീച്ചിങ് ഫീൽഡ് മാത്രമല്ല. അതേപോലെ തന്നെ ആത്മീയമായി ചിന്തിക്കുകയാണെങ്കിൽ പ്രഭാഷകരാകാനും, അതേപോലെ തന്നെ മതം ആഴത്തിൽ പഠിക്കുവാനുമുള്ള വാതായനങ്ങൾ തുറക്കപ്പെടുന്ന കോഴ്സുകളിലേക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു മകളെയെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ സമുദായത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു നന്മയായിരിക്കും. കാരണം അങ്ങനെയുള്ളവർ പുറത്തിറങ്ങണം. മാത്രമല്ല, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്ത് നമസ്കരിക്കാൻ കോർഡിനേഷൻ നടത്തേണ്ടവരല്ലേ അവർ. ആത്മാർത്ഥമായി അതിന്റെ അർത്ഥബോധനത്തിലൂടെ മയ്യത്ത് നമസ്കാരം നിർവഹിക്കേണ്ട മകനോ മകളോ ഒക്കെ നമുക്കുണ്ടാകേണ്ടതില്ലേ. മറ്റു മക്കൾക്ക് കൂടി അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന, റമദാനായി കഴിഞ്ഞാൽ അതിന്റെ വിധിവിലക്കുകളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന, നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു യാത്ര പോകുമ്പോൾ ജമ്മും കസറും സംശയമുണ്ടാകുമ്പോൾ നമ്മുടെ മോനന്നെ അതിന് പരിഹാരം തരും, അതിന് മറുപടി പറയും എന്ന നിലക്കൊക്കെ ചിന്തിക്കാൻ പാകത്തിൽ നമുക്ക് കൺകുളിർമ നൽകുന്ന ഒരു സന്താനം ആത്മീയമായി നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എത്രമേൽ ഹൈറായി തീരുമെന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒരുപാട് ആളുകൾ ഡൊണേഷൻ നൽകിയിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവസരം നൽകുമ്പോൾ ആ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്താനും നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക്
അതൊക്കെ അറിയിക്കുവാനും അതുവഴിയുള്ള ഖൈറൊക്കെ മേൽ പരാമർശിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും ദീനിനുമൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പരിതസ്ഥിതിയിൽ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും തഖ്വയിലൂടെ മുന്നോട്ട് നീങ്ങുവാനും അള്ളാഹുവിന്റെ ദീനിന്റെ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനത്തിന്റെയും അറിവുകൾ നേടിയെടുക്കുവാനും ആദർശബോധമുള്ള ഉത്തമ സമൂഹത്തിൽ ഉൾപ്പെടുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകളെ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ വിശുദ്ധ റമദാനിൽ നിർവഹിച്ച സർവ്വ കർമ്മങ്ങളും നീ കബൂൽ ചെയ്യണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ നാഥ. മഹ്മൂദ് ഹാജിയുടെ ഈ സ്ഥാപനവുമായും അതേപോലെ തന്നെ ഇസ്ലാമിക പ്രവർത്തനങ്ങളുമായി വളരെ സജീവമായി സാക്ഷ്യം വഹിക്കുന്ന സഹോദരന്റെ ഭാര്യ പ്രിയതമ മരിച്ചു പിരിഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പള്ളിക്കാട് ജുമുഅത്ത് പള്ളിയിൽ വെച്ച് ഇൻഷാ അല്ലാഹ് 2 മണിക്ക് മയ്യത്ത് നമസ്കാരം നിർവഹിക്കപ്പെടുകയാണ്. സാധിക്കുന്നവരെ ഇൻഷാ അല്ലാഹ് അതിൽ പങ്കെടുക്കുകയും ചെയ്യുക. നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ ഉമ്മമാര്, ഉപ്പമാര്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാര്, ഭർത്താക്കന്മാര്, നമുക്ക് വേണ്ടപ്പെട്ട പലരും അള്ളാഹുവെ നിന്നിലേക്ക് യാത്രയായിട്ടുണ്ട്. പടച്ചറബ്ബേ, നീ അവർക്കെല്ലാം പാപമോചനം നൽകണമേ. അവരുടെ ബർസഹിയായ ജീവിതം സ്വർഗീയ അനുഭൂതിയുള്ളതാക്കി തീർക്കണമേ നാഥ. വലിയ പ്രയാസ പരീക്ഷണങ്ങളിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ഏതെങ്കിലും ഒരു തുരുത്തിലും ഒരു ഭാഗത്തും മാത്രം അടങ്ങി ഒതുങ്ങി പോകുമെന്ന് വിചാരിക്കുന്നതൊക്കെ കോവിഡ് വൈറസ് വ്യാപിച്ചതുപോലെയാണ്. സയനിസ വൈറസുകൾ, സാമ്രാജ്യത്വ വൈറസ് ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കെടുതികളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങളുടെ അടുക്കളയിലേക്ക് അടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ, നീ സമാധാനം തിരിച്ചു നൽകണമേ നാഥ. പശ്ചിമേഷ്യൻ മണ്ണിനും പീഡിത ജനവിഭാഗങ്ങൾക്കുമൊക്കെ നീ അതിജീവനം നൽകണമേ റബ്ബേ. ലോകത്തെ അശാന്തി വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അള്ളാഹുവെ നീ അവരെ നിഷ്കാസിതമാക്കുകയും അവരെ നിന്ദ്യമാക്കി തീർക്കുകയും ചെയ്യണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അൻ-നജാത വൽ ഫൗസ ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഉൻസുർ ഇഖ്വാനനാ ഫി ഫലസ്തീൻ. അല്ലാഹുമ്മ انصر المظلومين في غزة. اللهم انصر المظلومين في إيران. اللهم انصر المظلومين في الشرق الأوسط. اللهم انصر المظلومين في الخليج. اللهم انصر المظلومين في جميع أنحاء العالم. اللهم دمر أعداء الإسلام. اللهم مزق أعداء السلام والسلم والتعايش والعدل. اللهم دمر من دمرهم، مزق من مزقهم. اللهم أعنا على ذكرك وشكرك وحسن عبادتك. ربنا تقبل منا إنك أنت السميع العليم.